17 വർഷക്കാലം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 1987 മുതൽ ഇന്ന് വരെ ഞാനൊരു മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകനുമാണ്. KNA ഖാദർ കഥ പറയുകയാണ്. അലങ്കാരമോ അതിഭാവുകത്വമോ ഇല്ലാത്ത സ്വന്തം ജീവിതകഥ. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി വായനയിലൂടെയും വാഗ്ധോരണിയിലൂടെയും വ്യത്യസ്ത ചിന്താധാരയിലൂടെയും സമൂഹത്തിൽ തന്റേതായ ഇടം സൃഷ്ടിച്ച ഒരാളുടെ ആത്മഭാഷണം. അങ്ങാടിയിൽ വാങ്ങി സാധാരണ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് സാധനം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം നിങ്ങളെ വീട്ടിലേക്ക് ഇവിടുന്ന് തെറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങളെ ഒന്ന് ബോയ്ക്കോട്ട് ചെയ്തു. കലയിലും രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റുകാരനായുള്ള തുടക്കം. ലെനിൻ്റെ ശരീരം കണ്ടത് അന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന എന്നെ സംബന്ധിച്ച് വളരെയധികം ആവേശകരമായൊരു അനുഭവമായിരുന്നു. CPIക്കൊപ്പമുള്ള യാത്രകൾ. ബിനോയ് വിശ്വം ഞാനും കൂടി ആ MLA ഹോസ്റ്റലിൻ്റെ അന്നത്തെ ന്യൂ ബ്ലോക്കിൽ ഇപ്പോൾ അത് പൊളിച്ചു പോകുന്നുണ്ട്. 64 നമ്പർ മുറിയിൽ ഒരു കട്ടിലിൻ്റെ മുകളിൽ ഒരുമിച്ച് കിടന്നിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. 4 വർഷം. മുസ്ലിം ലീഗിനൊപ്പമുള്ള പതിറ്റാണ്ടുകൾ. ഞാൻ മുസ്ലിം ലീഗിലേക്ക് രാജിവെച്ച് വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ്. നിയമസഭയിലെ ദിനങ്ങൾ. സ്പീക്കർ വന്നു, ഞാൻ ഇറങ്ങി താഴോട്ട് എന്ന് അവിടെ ഇരുന്നപ്പോൾ ഷാഫി പറമ്പിൽ എന്നോട് പറഞ്ഞു, ഇതാ സാറിൻ്റെ കുറിപ്പ് ഇതാ, എനിക്ക് ആവശ്യമില്ലെന്നോ. അപ്പോൾ അത് ഇദ്ദേഹം എടുത്ത് ഞാൻ തയ്യാറാക്കിയ കുറിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഷാഫി പ്രസംഗിക്കുകയാണ്. ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ. തിരുവനന്തപുരം മുതൽ മാവേലിക്കര വരെ എൻ്റെ ചുമരിൽ കിടന്ന് കരയുന്ന ഒരു നന്ദകുമാർ, ഒരു സ്നേഹിതൻ. കണ്ണീര് എൻ്റെ ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. ഓർമ്മയിൽ നിന്നും മായാത്ത സംഭവങ്ങൾ. അങ്ങനെ കൂത്താട്ടുകുളത്ത് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 പോലീസുകാർ കയറി വന്നിട്ട് പ്രസംഗം നിർത്തണം എന്നാവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പ്രസംഗിക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും വേറിട്ടൊരു വഴിയെ സഞ്ചരിക്കുന്ന KNA ഖാദറിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. 17 വർഷക്കാലം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 1987 മുതൽ ഇന്ന് വരെ ഞാനൊരു മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകനുമാണ്. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് ചോദിക്കുന്നതിന് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വളർന്ന ഒരു സാഹചര്യം. ഞങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ല ധാരാളം മുസ്ലിങ്ങൾ അധിവസിക്കുന്നൊരു പ്രദേശം. പിന്നെ എൻ്റെ പിതാവ് വലിയൊരു മതപണ്ഡിതനും ഒരു സ്കൂൾ അധ്യാപകനും ആയുർവേദ ചികിത്സകനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു പരിസരത്ത്, ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചേർന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അത് ഒരു വളരെ രസകരമായൊരു അനുഭവമാണ്. നമ്മുടെ രാജ്യത്ത് ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് താൻ ചേരാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നയപരിപാടികളെക്കുറിച്ചോ അവരുടെ എന്തെങ്കിലും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചോ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ അതിൽ നിന്ന് ഇനം തിരിച്ചെടുത്തിട്ട് അനുയോജ്യമായൊരു പ്രത്യയശാസ്ത്രമുള്ളൊരു പാർട്ടി ചേരുക, ആ ഒരു രീതിയൊന്നും നാട്ടിലില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എൻ്റെ കഥയും അതുപോലെ തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നൊരു സംഗതിയാണ് ഈ കലാപരിപാടികളിൽ പങ്കെടുക്കുക, സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിൽ ഞാൻ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പ്രസംഗത്തിലൊക്കെ ഞാൻ ഈ പ്രസംഗമൊക്കെ തുടങ്ങിയത് വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. 3ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് സ്കൂളിനകത്ത് പ്രസംഗം ഞങ്ങൾ അധ്യാപകർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ 3ലും 4ലൊക്കെ പഠിക്കുമ്പോൾ അന്നൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി തന്നിരുന്ന വിഷയങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു വിഷയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വസൂരി നിർമ്മാർജ്ജനത്തിൻ്റെ ആവശ്യകത എന്നൊരു വിഷയം ഒരു മത്സരത്തിൽ, ആ വിഷയത്തിലൊരു മത്സരത്തിൽ പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഓണം നമ്മുടെ ദേശീയോത്സവം, ഇങ്ങനെയുള്ള ഓരോ സബ്ജക്ട്സ് LP സ്കൂളിലെ അധ്യാപകന്മാർ തിരഞ്ഞെടുത്ത് അതിലൊരു നോട്ട് തന്ന് അത് പഠിച്ചാണ് പ്രസംഗിപ്പിച്ചിരുന്നത്. എല്ലാവർക്കും ഒരേ വിഷയം തന്നെ ആയിരിക്കും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസംഗത്തിൽ, പ്രബന്ധരചനയിൽ, അതുപോലെ നാടകം, ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എനിക്ക് നല്ല താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിലായിരിക്കുന്ന സമയത്ത് മലപ്പുറം കോട്ടപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് തന്നെ അന്ന് ഗവൺമെൻറ് മാപ്പിള ഹൈസ്കൂളായിരുന്നു.
പഴയ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സ്കൂളാണ്. അന്ന് മലബാറിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നത്. അവിടെ നല്ല പഠന നിലവാരം ഉണ്ടായിരുന്നു. അവിടെ അതുപോലെ തന്നെ നല്ല ലൈബ്രറി, നല്ല ലാബറട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഇപ്പോഴൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തതുപോലെ കണ്ണൂർ, തലശ്ശേരി ഭാഗത്തൊക്കെയുള്ള കുട്ടികൾ മലപ്പുറം സ്കൂളിൽ വന്ന് താമസിച്ച് ബോർഡിങ്ങായിട്ട് താമസിച്ചിട്ട് അവിടെ പഠിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹോസ്റ്റൽ അവിടെ നിലവിലുണ്ടായിരുന്നു കുറേ കാലം. ഞാൻ അഭിഭാഷകനായി തീർന്നപ്പോൾ ആദ്യം ആ ഹോസ്റ്റൽ പിന്നീട് വേറെ ഏതോ ഒരാളുടെ കയ്യിലായിപ്പോയി. ആ സ്ഥലം ആരുടെയോ ഒരു പ്രൈവറ്റ് ഒരാളിൻ്റെ ആയിരുന്നു. ഒരു ഡോക്ടർ അബ്ദുള്ളയുടെ കയ്യിലിരുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതിനൊരു മുറി വാടകയ്ക്ക് എടുത്ത് ഒരു വക്കീലാഫീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിത് പറയാൻ കാരണം 2 ദിവസമായിട്ട് ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടു. അത് മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഹോസ്റ്റലായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വിഷയം അതിലേക്ക് പോവല്ല. അപ്പോൾ അങ്ങനെ മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ വാർഷിക ആഘോഷത്തിന് ഞാൻ ചില നാടകങ്ങളൊക്കെ അഭിനയിച്ചു. അതുപോലെ കലാപരിപാടികളിൽ നാടോടി നൃത്തം, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, ഒരു ഡ്രാമ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ 20 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ചെറിയ നാടകങ്ങളാണ്. അതിൽ മൃത്യോർമ്മ എന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. ആ നാടകം അന്ന് സംവിധാനം ചെയ്തത് മുസാഫിർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, നോവലിസ്റ്റും കുറിപ്പുകളൊക്കെ ധാരാളം എഴുതുന്ന, മലയാളം ന്യൂസിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന മുസാഫിർ. അദ്ദേഹം എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു. അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നാടകം സംവിധാനം ചെയ്തിരുന്നത്. ആ നാടകമൊക്കെ അഭിനയിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ തിരഞ്ഞു വന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. അദ്ദേഹം VM കുട്ടി എന്ന് പറയുന്ന ആളായിരുന്നു. ഏറെ അറിയപ്പെട്ടിരുന്ന മാപ്പിളപ്പാട്ടുകാരനായിരുന്ന രചയിതാവും പാട്ടുകാരനും എല്ലാമായിരുന്ന VM കുട്ടി. ആ VM കുട്ടി എന്ന് പറഞ്ഞ മാഷ്, അദ്ദേഹം ഒരു മാഷാണ്. വി മുഹമ്മദ് കുട്ടിയാണ് VM കുട്ടി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അത്യാവശ്യം കഥകളും നോവലൊക്കെ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അയൽവാസിയായ പുളിക്കൽ സ്വദേശിയായ ഒരു MK നാലകത്ത് എന്ന് പറയുന്ന ഈ 2 പേരും കൂടിയാണ് എന്നെ അന്വേഷിച്ചിരുന്നത്. ഞാൻ അവരെ അന്ന് ആദ്യം കാണുകയാണ്. അവർ ഈ നാടകമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ഞങ്ങളെ കൂടെ ഞങ്ങൾക്കൊരു ബാലകലാസമിതി ഉണ്ട് പുളിക്കൽ. ആ ബാലകലാസമിതിയിൽ വന്നാൽ നിങ്ങളതിൽ അംഗമാക്കാം, റേഡിയോ പരിപാടികളിൽ പങ്കെടുക്കാം. ബാലലോകം എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:45 കോഴിക്കോട് ആകാശവാണിയിൽ നിന്നുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ അവരുടെ പുളിക്കൽ ബാലകലാസമിതി, പുളിക്കലും മലപ്പുറം തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, എങ്കിലും ആ ബാലകലാസമിതിയിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അവരുടെ കലാസമിതിക്ക് കിട്ടുന്ന പരിപാടികളിൽ അംഗങ്ങളായിട്ട് അന്ന് ആകാശവാണിയിൽ ചില നാടകങ്ങളിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ട് ആ കലാസമിതിയിൽ. അതിലൊരാളായിരുന്നു വിളയിൽ വത്സല. പിന്നീട് വിളയിൽ ഫസീലയായി. 2 പേരും ഇപ്പോൾ മരിച്ചു. ഉയ്യൻകുട്ടിയും മരിച്ചു, ഫസീലയും മരിച്ചു. ഈ ഫസീലുണ്ട്, പിന്നെ വേറൊരു ആയിഷ സഹോദരിമാരുണ്ട്, ഒരു രാമനാട്ടുകാരുള്ളൊരു വത്സരാജുണ്ട്. ഇങ്ങനെ നല്ല പാട്ടുകാരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പരിപാടി ആകാശവാണിയിൽ കിട്ടും. അങ്ങനെ ആകാശവാണിയിൽ പല പരിപാടികളും അവതരിപ്പിച്ചു. അന്ന് കോഴിക്കോട് ആകാശവാണിയിൽ തങ്കമണി ചേച്ചി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അവർ പിന്നെ ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആകാശവാണി കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ ആകാശവാണിയിൽ പോകുമ്പോൾ ഈ ബാലകലാസമിതിയുടെ ഒരു പരിപാടിക്ക് 50 രൂപയോ മറ്റോ പ്രതിഫലം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങനെ അത് കഴിയുമ്പോൾ, റെക്കോർഡിങ് കഴിയുമ്പോൾ ഞങ്ങളെ ബീച്ച് കാണാനും കോഴിക്കോട് ടൗൺ കാണാനൊക്കെ കുട്ടികളല്ലേ കൊണ്ടു നടക്കുമായിരുന്നു മാഷ്. അപ്പോൾ ഒരു ദിവസം ആകാശവാണി പരിപാടിയിൽ വസന്തോത്സവം എന്ന് പറഞ്ഞൊരു കാവ്യ സമാഹാരം അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ഓരോ കുട്ടികളും ഓരോ പൂക്കളുടെ റോളാണ് എടുത്തിരുന്നത്. ഞാൻ മുക്കുറ്റിയായിരുന്നു. 4 കൂട്ടി മുറുക്കി തുപ്പിയ നിറമാണല്ലേ കണ്ടാൽ ദേവന് പൂജയ്ക്കായി പലരും കൂടയിലാക്കി എടുക്കും എന്നൊരു 2 വരി ചൊല്ലിയത് എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നരേഷനാണ്, ഞാനാണ് മുക്കുറ്റി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിശേഷണങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഈ വസന്തോത്സവം എന്ന് പറയുന്ന കാവ്യ സമാഹാരം എനിക്ക് ഏറെ ഇഷ്ടമായി. അത് ഇഷ്ടമായപ്പോൾ ഞാൻ ഈ VM കുട്ടി മാഷോട് അന്ന് ചോദിച്ചു, സാറേ ഈ വസന്തോത്സവം എഴുതിയ ആളാരാണ്, അങ്ങേരെ എവിടെയുള്ള ആളാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു ആളൂർ പ്രഭാകരനാണ്,
അദ്ദേഹം കോഴിക്കോട്ട് തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ബീച്ചിലൂടെ നടക്കുമ്പോൾ കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നവജീവൻ എന്ന് പറഞ്ഞൊരു പത്ര ഓഫീസിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നവജീവൻ അറിയാലോ, നവജീവൻ, നവയുഗം, ജനയുഗം, ദേശാഭിമാനി, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പത്രങ്ങളായിരുന്നു. അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും നവജീവൻ പത്രത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ആളൂർ പ്രഭാകരനെ പരിചയപ്പെട്ടു. അപ്പോൾ ആളൂർ പ്രഭാകരൻ പറഞ്ഞു, പിന്നെ കുട്ടിയുടെ വീട് എവിടെ? ഞാൻ പറഞ്ഞു മലപ്പുറത്താണ്. അയ്യോ ഞാനും മലപ്പുറത്തുകാരനാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുനാവായ ചന്ദനക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ആളാണ്. പത്രപ്രവർത്തകനായിരുന്നു ഒരുപാട് കാലം. അപ്പോൾ ഈ തിരുനാവായ ചന്ദനക്കാവ് എന്നൊക്കെ പറഞ്ഞാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു സ്മാരകമൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ. അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് ദൂരം ഒരു ഉൾനാട്ടിലേക്ക് നടന്നു പോയിട്ട് കുറുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കാണുകയും ഞങ്ങളിങ്ങനെ നല്ല സ്നേഹിതന്മാരായി തീരുകയും ചെയ്തപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ ഇടയായത് നാടകവും കലയും ഒക്കെ ആയതുകൊണ്ടാണ്. അദ്ദേഹം മനസ്സിലാക്കി എനിക്കിതിന് നല്ല താല്പര്യമാണ്. അപ്പോൾ അവരെല്ലാം കൂടി മുൻകൈ എടുത്തിട്ട് ഒരു കലാസമിതി മലപ്പുറത്ത് രൂപീകരിച്ചു, ജനതാ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ കലാസമിതിയുടെ നാടകങ്ങളായി. ആ കലാസമിതി ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോടിൻ്റെ തീക്കുടുക്ക എന്ന് പറഞ്ഞൊരു നാടകം അവതരിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ കലാസമിതി സെക്രട്ടറി ഒക്കെ ആയി. ആ കലാസമിതി KT മുഹമ്മദിൻ്റെ കാഫർ എന്ന് പറയുന്ന നാടകം ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു വലിയൊരു വികസന പരിപാടി മലപ്പുറം കോട്ടപ്പടി ഗ്രൗണ്ടിൽ നടന്ന ആ പരിപാടിയിൽ KT മുഹമ്മദിൻ്റെ കാഫർ എന്ന് പറഞ്ഞ നാടകം ഞാൻ അഭിനയിച്ചിരുന്നു. കാഫറിൽ ഞാൻ മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ റോളാണ് എടുത്തിരുന്നത്. എൻ്റെ കാമുകിയായിട്ട് അതിൽ അന്ന് അഭിനയിക്കാൻ വന്നിരുന്നത് നമ്മളെ സിനിമാ താരമായിട്ടുള്ള നിലമ്പൂർ വിജയൻ്റെ ഭാര്യ വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഈ ആളൂർ പ്രഭാകരനും അതിൽ അഭിനയിച്ചിരുന്നു. അദ്ദേഹം ചാത്തൻ മൂസ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതായത് ഒരു ചാത്തൻ മതം മാറി മൂസയായതാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ നാടകങ്ങളും കലാപരിപാടികളും ഒക്കെ അവതരിപ്പിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഞങ്ങളുടെ കലാസമിതിയുടെ നാടകം വണ്ടൂരിൽ ഒരു പടരുന്ന വെളിച്ചം എന്ന് പറഞ്ഞൊരു നാടകം അഭിനയിക്കാൻ പോയി. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നാടകം തുടങ്ങാഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷമം. അത്രയും ഒരുപാട് സമയം, രാത്രി 9 മണിയൊക്കെ ആയി. നാടകം തുടങ്ങാൻ സ്റ്റേജ് കിട്ടിയിട്ടില്ല, അങ്ങ് സ്റ്റേജ് ഇങ്ങനെ ഒഴിഞ്ഞിട്ടില്ല, അവിടെ എന്തോ നടക്കുകയാണ്. അപ്പം ഞാൻ ആളൂർ പ്രഭാകരനോട് ചോദിച്ചു, അല്ല ആളൂരെ എന്താ ഇത് നാടകം, നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കുറേ നേരമായാലും നിൽക്കണം, നാടകം നടത്താൻ എന്താ ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനൊരു ജാഥ വരാനുണ്ട്. ജാഥയോ? ജാഥ വരാനുണ്ട്, പാർട്ടി സമ്മേളനമാണിത്, പാർട്ടിയുടെ ഒരു ജാഥ ഇവിടെ എത്തിച്ചേരാനുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു പൊതുസമ്മേളനമുണ്ട്, അതും കഴിഞ്ഞ് നാടകം തുടങ്ങുള്ളൂ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു പാർട്ടിയുടെ നാടകത്തിലാണല്ലോ അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു ഫൈൻ മോർണിംഗിൽ ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് ശരിക്ക് അതിൻ്റെ ഒരു സ്റ്റോറി ഉള്ളത്. അങ്ങനെ ഞാൻ അറിയാതെ ആളൂർ പ്രഭാകരനായിട്ടുള്ള ബന്ധത്തെ തുടർന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തീർന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫെഡറേഷനിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ AISFൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി, പിന്നെ യൂണിവേഴ്സിറ്റി ഏരിയയിൽ ഒരു മേഖലാ സെക്രട്ടറി, പിന്നീട് സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡൻറ്റ്, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, ഇങ്ങനെ അന്ന് തുടങ്ങിയ പ്രവർത്തനമായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പിന്നെ നാടക പ്രവർത്തനമൊക്കെ മാറി രാഷ്ട്രീയ പ്രവർത്തനമായി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എൻ്റെ ജനനസ്ഥലം എന്ന് പറഞ്ഞാൽ വടക്കേമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. വടക്കേമണ്ണ എന്ന് പറയുന്നത് പഴയ പെരിന്തൽമണ്ണ, അതിനു മുമ്പ് വള്ളുവനാട് താലൂക്കാണ്, പിന്നെ പെരിന്തൽമണ്ണ താലൂക്ക്. പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലെ കോഡൂർ പഞ്ചായത്തിലാണ് വടക്കേമണ്ണ. ആ പഞ്ചായത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. വടക്കേമണ്ണ അല്ല, ഒറ്റത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്ന് മാത്രം. എന്തായാലും അവിടെ അവിടെ നിന്ന് ആണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ. വടക്കേമണ്ണ ഗവൺമെൻറ് LP സ്കൂളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ബാപ്പ ഒരു മതപണ്ഡിതനായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അലവി മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹം മതപണ്ഡിതനായിട്ടാണ്
കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. പിന്നെ നല്ല ആയുർവേദ ചികിത്സകനായിരുന്നു. ആയുർവേദ മരുന്നുകളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മയ്ക്ക് അതിലൊക്കെ നല്ല എക്സ്പെർട്ടൈസായി തീർന്നു പിന്നീട്. അതുപോലെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനുമായിരുന്നു എൻ്റെ വാപ്പ. അവിടെ അദ്ദേഹം ഈ പൊന്മള, പാണ്ടിക്കാട്, കൂട്ടിലങ്ങാടി ഇങ്ങനെ പല സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് തന്നെ എലിമെൻ്ററി ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായിട്ട് അങ്ങനെ അധ്യാപകനായി, ചെറിയ സ്കൂളിൽ അധ്യാപകനായി വന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഈ മതപരമായ കാര്യങ്ങളിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് മതവിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ജോലിയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ കാലത്തെ ഈ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ ദർസ് എന്ന് പറഞ്ഞ ഒരു പഠനം, മതപഠന സമ്പ്രദായമുണ്ട്. അത് അവിടെ തന്നെ താമസിച്ച് ആ ഒരു പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരുടെയും സഹായത്തോടു കൂടി സാമ്പത്തിക സഹായങ്ങളും ആഹാരവും എല്ലാം കൊടുത്ത് ഒരു പ്രധാനപ്പെട്ട ഗുരുനാഥൻ്റെ കീഴിൽ 6-7 വർഷം പഠിക്കുന്നതിനാണ് ദർസ് എന്ന് പറയുക. പ്രധാനമായിട്ടും പള്ളി കേന്ദ്രീകരിച്ചായിരിക്കും അതുണ്ടാവുക. പക്ഷെ അന്ന് ഈ പള്ളി ദർസുകളൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് വീട്ടിൽ വെച്ച് മതം പഠനം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് വീട്ടിൽ ഒരു 5-10 കുട്ടികൾക്ക് മതപഠന ക്ലാസ്സുകൾ നടത്തിയിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം രാത്രിയാകുമ്പോൾ ഞാനൊക്കെ കുറച്ച് നേരത്തെ ഉറങ്ങും. സ്കൂളിൽ ചെറിയ കുട്ടിയാണ്. അപ്പം അന്ന് സ്കൂളിൽ പഠിക്കാനുള്ളതും മദ്രസയിൽ പഠിക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആവർത്തിച്ച് വായിച്ച് പിറ്റേ ദിവസത്തെ സ്കൂളിലും മദ്രസയിലും പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ് ഞാനൊക്കെ കിടക്കാറാവുമ്പോഴേക്ക് ഈ കുട്ടികൾ ഇശ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഒരു 8 മണിക്ക് ശേഷമാണ് അവരുടെ പഠനം ആരംഭിക്കുക. അപ്പോൾ ബാപ്പ അവരെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ട് കുറച്ച് ഹയർ എഡ്യൂക്കേഷനാണ് മതത്തിൻ്റെ ചില കിതാബുകൾ, അതിനായിട്ടുള്ള സിലബസിൽ പെട്ട ചില പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മതപണ്ഡിതൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നല്ല കയ്യക്ഷരമായിരുന്നു. അപ്പോൾ കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് അറബി ഭാഷ എഴുതുമായിരുന്നു അദ്ദേഹം. അപ്പം അന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പിന്നീട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല എവിടെയും, അദ്ദേഹം തന്നെ സ്വന്തമായി ഈ ഖുറാനൊക്കെ പകർത്തി എഴുതുക. അതുപോലെ ചില കിതാബുകൾ, ചില വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അറബിക്കിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന്, കോപ്പിയൊന്നും വാങ്ങാൻ കിട്ടുന്നതൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവും. അതിപ്പോൾ പകർത്തിയിട്ട് അതുപോലൊരു പുസ്തകമാക്കി അത് മാറ്റും വേറെ. അപ്പോൾ അതിൽ എഴുതാനുള്ള പേന ഫാദർ തന്നെ, ബാപ്പ തന്നെ ചെത്തി ഉണ്ടാക്കുന്ന ഒരു മുളയുടെ ഒരു കമ്പ് ഇങ്ങനെ കൂർപ്പിച്ചെടുത്തിട്ട് അതിനൊരു നിബ്ബൊക്കെ ഉള്ള തരത്തിൽ ഒരു പേന ഉണ്ടായിരുന്നു. സ്റ്റിൽ പെൻ എന്നാ പറയുക, മഷി അതിൽ കുത്തിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഒരു പാത്രത്തിൽ മഷി അവർ ഉണ്ടാക്കും, മഷിയൊക്കെ അതിൽ ചില സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് മഷി ഉണ്ടാക്കും. അതിലിങ്ങനെ പേന മുക്കിയിട്ട് വെള്ളക്കടലാസിൽ അതിമനോഹരമായ കൈയക്ഷരത്തിൽ അദ്ദേഹം എഴുതും. ഇങ്ങനെ എല്ലാ പേജും എഴുതി ഉണ്ടാക്കിയിട്ട് പേജ് കൂട്ടി തുന്നി അതിനൊരു ചട്ടയൊക്കെ വെച്ച് ബൈൻഡ് ചെയ്ത് ഒരു പുസ്തകമാക്കി എടുക്കുന്ന ഒരു ജോലി അതും അവർ തന്നെ നിർവഹിക്കും. അപ്പോൾ അത് കുറേ ദിവസങ്ങളുടെ അധ്വാനമുണ്ട്. അപ്പോൾ അതിനെ ഈ പുസ്തകം ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യുക, അതിന് പൂളൊക്കെ വെച്ച് പ്രസ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പുസ്തകം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ബൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഏതോ ആശാരിമാരൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേകമായ മരത്തിൻ്റെ ഒരു ഉപകരണം, അതിന് സിക്കഞ്ചി എന്നാണ് അന്ന് പേര് പറഞ്ഞത്, സിക്കഞ്ചിന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം, അത് ഏത് ഭാഷ എനിക്ക് അറിഞ്ഞോട്ടെ, ചിലപ്പോൾ പേർഷ്യനോ അല്ലെങ്കിൽ അറബി എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ അവിടെ വെച്ച് തയ്യാറാക്കുക, സ്വന്തം കൈപ്പടയിൽ എഴുതുക. അദ്ദേഹത്തിൻ്റെ പിതാവ് വേറൊരു കുഞ്ഞുമൊയ്തീൻ മൊല്ലാക്കാരൻ്റെ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് വേറൊരു കുഞ്ഞാലൻ മൊല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അലവി മൊല്ല എന്ന് പറഞ്ഞ ആളായിരുന്നു. അതിനു മുമ്പ് ഇസ്ലാം മതം കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവരുടെ ഒന്നും പേര് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയല്ല ഒരു മതപണ്ഡിതന്മാരുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഞാനങ്ങനെ കമ്മ്യൂണിസ്റ്റായി എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞത്. ഇങ്ങനെയുള്ള ഇത് പിന്നെ വേറൊരു കാരണമുണ്ട്. എൻ്റെ പിതാവ് ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തന്നെ മരിച്ചുപോയി. 9ാം ക്ലാസ്സിൽ മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ആണ് അദ്ദേഹം മരിച്ചത്. അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ ചെറിയ മകനായതുകൊണ്ട് 8 മക്കൾ ഞങ്ങളുണ്ടായിരുന്നു. അതിൽ ആദ്യം ബാപ്പ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. അതിൽ 3 മക്കളുണ്ടായിരുന്നു. ആ ഭാര്യ മരിച്ചപ്പോഴാണ് എൻ്റെ ഉമ്മയെ
ആയിഷ എന്നാണ് എൻ്റെ ഉമ്മയുടെ പേര്. ആയിഷയെ വാപ്പ കല്യാണം കഴിച്ച്. അതിൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വാപ്പാക്ക് ഉള്ള മക്കളിൽ ഏറ്റവും ഇളയവൻ ഞാനാണ്. എൻ്റെ താഴെ 2 ചെറിയ കുട്ടികൾ, ഒരു നഫീസ, ഒരു ആമിന എന്നൊക്കെ പറഞ്ഞ 2 പെൺകുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അവരെ കണ്ട ഓർമ്മ മാത്രമേ എനിക്കുണ്ട്. അവർ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീട്ടിലൊരു ചെറിയ മകനായതുകൊണ്ട് വാപ്പയുടെ മരണശേഷം എൻ്റെ മറ്റ് സഹോദരന്മാരും ഉമ്മയൊക്കെ എനിക്ക് വലിയ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേക പരിഗണന തരുമല്ലോ. വാപ്പയുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് ഇനി നമുക്കൊന്നും കുറവ് വേണ്ടെന്ന് വിചാരിച്ച് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ ഏത് ഉമ്മമാരും സഹോദരന്മാരും സാധാരണ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഞാൻ അല്പസ്വല്പം ഉപയോഗപ്പെടുത്തുകയോ, ഇനി വേറെ ചിലർ പറയുന്ന രീതിയിലാണെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടാണ് ഈ സാംസ്കാരിക രംഗത്തും പരിപാടികൾക്കും വീട്ടിൽ വൈകി വരാനും നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോകാനും പിന്നെ ഈ AISF ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിനൊക്കെ പോകാനും അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ധാരാളമായിട്ട് സഞ്ചരിക്കുകയും സ്വതന്ത്രമായി തന്നെ പല സ്ഥലത്തും കൂട്ടുകാരുടെ കൂടെയൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടായത് കൊണ്ടും കൂടിയാണ് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാംസ്കാരിക രംഗത്ത് അക്കാലത്ത് പ്രവർത്തിക്കാനും ഒക്കെ എനിക്ക് സൗകര്യം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീടിൻ്റെ ഏറ്റവും തൊട്ടടുത്ത അയൽവാസി എല്ലാ മതസ്ഥരും ജാതി മതസ്ഥരും ഉണ്ടായിരുന്നു. തൊട്ടടുത്തൊരു അയൽവാസി ഒരു കുഞ്ഞൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. തൂവമ്പാറ കുഞ്ഞൻ എന്നാണ് പറയുക. അദ്ദേഹത്തിന് കുറച്ച് ആൺമക്കളും മക്കൾക്ക് ധാരാളം മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ പൊതുവേ നാട്ടിൽ ദാരിദ്ര്യമുള്ളൊരു കാലമാണ്, കഷ്ടപ്പാടുകളുള്ളൊരു കാലമാണ്. ഞങ്ങളുടെ പ്രദേശത്തൊന്നും വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. വലിയ ജന്മിമാരായിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ കാര്യമായിട്ടൊന്നും അത്ര കണ്ട് ഭൂമിയൊന്നും ഇല്ലാത്ത ചെറിയ ഇടത്തരം കൃഷിക്കാരും മാർജിനൽ ഫാർമേഴ്സൊക്കെയാണ് അന്നുള്ളത്. അപ്പോൾ വലിയ വരുമാന മാർഗ്ഗങ്ങളില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത വീട് ഞാൻ പറഞ്ഞ ഈ കുഞ്ഞൻ്റെ വീടാണ്. അവരുടെ ഉപജീവന മാർഗം ശർക്കര ഉണ്ടാക്കി വിൽക്കലാണ്. ഈ കള്ള്, പനയുടെ കള്ളും തെങ്ങിൻ്റെ കള്ളും ചെത്തിയെടുത്തിട്ട് ആ കള്ള് പിന്നെ അവർ ഉരുക്കി ശർക്കരയാക്കും. വീട്ടിൽ ഒരു നാടൻ സ്റ്റൈലിലാണ്, അല്ലാണ്ട് അതിനുള്ള യന്ത്രങ്ങളൊന്നുമില്ല. ഈ ഓല മടയാനുള്ള തെങ്ങിൻ്റെ ഓല എടുത്തിട്ട് അതിങ്ങനെ വട്ടത്തിൽ ആക്കിയിട്ടൊരു ഈർക്കിൽ കൊണ്ട് പിൻ ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ മാതിരി ഉണ്ടാക്കും. അതിങ്ങനെ ഒരു നല്ല ഫ്ലാറ്റായ ഒരു സമതലത്തിൽ വെച്ചിട്ട് ഈ ഉരുക്കിയ ശർക്കര അതിലിങ്ങനെ ഒഴിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഉറച്ച് വരും. അതിൽ വേറെ എന്താ ചേർക്കൽ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും. ഏതായാലും രാസപദാർത്ഥങ്ങളൊന്നും അങ്ങനെ ചേർക്കാറില്ല. അത് ഉറച്ച് വരുന്ന അത് ശർക്കരയായി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കും, ആ റൗണ്ട്, ആ ഓലയുള്ള ശർക്കര. അപ്പോൾ ചിലർ ഓല ശർക്കര എന്നും പറയും അതിന്. അപ്പോൾ ഈ ശർക്കര ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ കുറേ പേരുണ്ടായിരുന്നു. വേലിക്കുട്ടി, പറങ്ങുടൻ, ചന്തു, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവരുടെ ഒരു മകളുണ്ടായിരുന്നു, ഒരു ചിരുത എന്ന് പറയും, ശ്രീദേവി മറ്റായിരിക്കും ചിരുത എന്ന് വിളിച്ചിരുന്നത്. അവരുടെ മകൾ കല്യാണി. ഇങ്ങനെ ഇതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിലും ഞങ്ങളവിടെയും, അപ്പുറത്ത് വേറെ മുസ്ലിം വീടുകളൊക്കെ ഉണ്ട്, തൊട്ടപ്പുറത്ത് വേറെ വീടുകളുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷം എന്ന് പറഞ്ഞാൽ മലപ്പുറം നേർച്ച ഉണ്ടായിരുന്നു. പിന്നെ മൈലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു താലപ്പൊലി. അപ്പോൾ അതൊക്കെ എല്ലാവരും അവിടെയൊക്കെ പോകും, എല്ലാവരും എല്ലാ ഉത്സവത്തിനും പോകും. താലപ്പൊലിയുടെ അവിടെ അന്നദാനം കാണും. മലപ്പുറം നേർച്ചയ്ക്കും ചിലപ്പോൾ അന്നദാനം കാണും. പിന്നെ ഈ റബീഉൽ അവ്വൽ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം ബഹുമാനിക്കപ്പെടുന്ന, മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന ഖുർആനൊക്കെ അവതീർണമായ മാസമൊക്കെ ഉണ്ടല്ലോ, അന്നൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു മനുഷ്യരുടെ ഒരു കഷ്ടപ്പാടുകളും അവരുടെ സ്നേഹവും ഐക്യമൊക്കെ കാണാം. കഷ്ടപ്പാടെന്ന് ഞാൻ പറയാൻ കാരണം